നമസ്കാരം. എന്തൊക്കെ സംഭവിച്ചാലും പാകിസ്ഥാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ തലയിൽ കൈവച്ച് പാകിസ്ഥാനോട് പറഞ്ഞതാണ് പാകിസ്ഥാന് ഫണ്ട് നൽകരുതെന്ന്. എന്നിട്ട് അമേരിക്ക അത് കേട്ടതുമില്ല. ഇപ്പോൾ അവിടെ പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണ് നടക്കുന്നത്. അതായത് പാകിസ്ഥാനെ മുക്കിക്കൊണ്ട് പ്രളയം അവിടെ തകർന്നാടുകയാണ്. ഈ സമയത്ത് പ്രളയത്തിൽ തകർന്നിരിക്കുന്ന കെട്ടിടങ്ങൾക്കും വീടുകൾക്കും പുതുക്കി പണിയുന്നതിനു പകരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയിൽ ഇന്ത്യ തകർത്ത ഭീകര പ്രസ്ഥാനമായ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം പുതുക്കി പണിയുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇതിനുപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ദുരന്തം നേരിടാൻ ലോകവ്യാപകമായി പാക് സർക്കാർ സ്വരൂപിച്ച പണം വഴിമാറ്റി ചെലവിട്ടിരിക്കുകയാണ്. 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യോമാക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാന മന്ദിരമായ മർക്കസ് തൈബ ഇന്ത്യൻ സൈന്യം തകർത്തത്. ഇതിന്റെ പുനർനിർമ്മാണത്തിന് പാകിസ്ഥാൻ സർക്കാർ ധനസഹായം നൽകുന്നുവെന്നാണ് റിപ്പോർട്ട്. പുനർവികസന പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ മറവിൽ ലഷ്കർ ഇ തോയ്ബ ധനസമാഹരണം ക്യാമ്പയിനുകൾ ആരംഭിച്ചതായും രഹസ്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദ് ഇതിനകം 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 15 കോടിയിലധികം ചെലവ് പുനർനിർമ്മാണത്തിന് വേണമെന്നാണ് കണക്ക്. ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും നൽകാൻ പാക് ഇന്റലിജൻസ് ഏജൻസിയായ ISI മുന്നിലുണ്ട്. 2026 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതിയുടെ മേൽനോട്ടം മുതിർന്ന കമാൻഡോമാരായ മൗലാന അബൂസാറും യൂനുസ് ഷാ ബൂരാരിയുമാണ് വഹിക്കുന്നത്. അങ്ങനെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2005-ലെ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ലഷ്കർ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട മുൻകാല സംഭവങ്ങളുണ്ട്. ഭീകരതയ്ക്കെതിരെ പോരാടുന്നുവെന്ന് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളെ ധരിപ്പിച്ച് അവരിൽ നിന്നെല്ലാം ധനസഹായം കൈപ്പറ്റിയാണ് ഈ നടപടികൾ എന്നത് ശ്രദ്ധേയമാണ്. മർക്കസ് തൈബയിലെ പ്രവർത്തനത്തിന്റെ വ്യാപ്തി ഭീഷണി ലോകരാജ്യങ്ങൾക്കെല്ലാം ബാധകമാണ്. ഇവിടെ പ്രതിവർഷം ഏകദേശം 1000 വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും ലഷ്കർ ഇ തോയ്ബയിലെ പ്രവർത്തനപരമായ റോളുകൾക്കായി അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇവിടെ നിന്നും അടക്കമുള്ളവർ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. കൂടാതെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നതിന് പ്രധാന കാര്യമുണ്ടത് എന്തിനാണ് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകര ക്യാമ്പുകൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതെന്ന്. കാരണം ഇന്ത്യ വീണ്ടും അതിനെ തകർത്ത് തരിപ്പണമാകും. കാരണം ഇന്ത്യ ഒരു ആക്രമണത്തിന് താല്പര്യമില്ല. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കട അല്ലെങ്കിൽ അടിക്കട എന്ന് പറഞ്ഞു വന്നാൽ ഇന്ത്യക്ക് അടിച്ചേ പറ്റൂ. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യത്തിലെ സുരക്ഷ നോക്കണം, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ നോക്കണം. അതുകൊണ്ട് ഭാരതം തിരിച്ചടിക്കും. അതുകൊണ്ട് വീണ്ടും പണം ചെലവാക്കി ഇത് പുതുക്കി പണിയണോ എന്നാണ് നവമാധ്യമങ്ങളിലടക്കം ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.